ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും പിന്നെ ജോയുടെ കുറച്ച് സ്കൂൾ വിശേഷങ്ങളും ജോയുടെ ഒരു പാട്ടും ഒക്കെയാണ് നമ്മൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് കുക്കിങ്ങിൽ മെയിനായിട്ട് ചിക്കനാണ്. ചിക്കൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ല, ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു നോൺ വെജ് ചിക്കനാണ് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയ മൾട്ടി പാക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമുക്ക് ഒരു വീക്കിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ചിക്കൻ ഉണ്ടാവും. ഫ്രിഡ്ജിലല്ല, നമ്മൾ ഫ്രീസറിൽ കയറ്റും. അപ്പോൾ നമുക്ക് നാളെയാണ് കുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയിലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇത് ബീൻസും, ഇവിടെ ബീൻസ് നമുക്ക് കിട്ടും, എപ്പോഴും അവൈലബിൾ ആണ്, പക്ഷേ അത്ര ചീപ്പല്ല. ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇച്ചായനോ റെസ്റ്റോറൻറ്റിൽ അവരിത് യൂസ് ചെയ്യത്തില്ല, അപ്പോൾ മാറി എന്തോ വന്നതാണ്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ വന്നതുകൊണ്ട് സ്റ്റാഫിനോട് എല്ലാവരും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. നമ്മളിതും കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റും. നമ്മൾ സിപ്ലോ കവറിലാക്കിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ കയറ്റുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് അത് ഡയറക്റ്റ് അപ്പം തന്നെ എടുത്ത് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഫ്രീസർ മുഴുവൻ ജോയുടെ സാധനങ്ങളാണ്. ഈ കുഞ്ഞു കുഞ്ഞു ചിക്കൻ നഗറ്റ്സും ചിക്കൻ ബോൾസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ സാധനങ്ങൾ വെക്കാൻ തന്നെ അതിനകത്ത് സ്ഥലമില്ല. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് നമ്മുടെ വാഴക്കൂമ്പും പപ്പായയും അതുപോലെ തന്നെ മാങ്ങ, നമ്മുടെ മുരിങ്ങക്കോല് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളിത് ഫ്രീസറിൽ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ നമ്മുടെ സിപ്ലോ കവറിലിട്ട് ഫ്രീസറിൽ വയ്ക്കും. നമുക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രീസർ നിറയെ സാധനങ്ങളാണ്. പൊതുവേ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല കറി വയ്ക്കാറ്. നമ്മുടെ അനിയൻസും നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വളരെ കുറച്ച് മാത്രം ഗരം മസാലയും യൂസ് ചെയ്തിട്ട്, ചിക്കൻ മസാല എല്ലാം നമ്മുടെ തന്നെ ഗരം മസാലയും കൂടി യൂസ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യും. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം നമ്മുടെ അങ്കമാലിയും മാങ്ങക്കറിക്ക് നല്ലപോലെ ഇങ്ങനെ കൈകൊണ്ട് ഞെരടി ചേർക്കത്തില്ലേ, അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ 2 അടി ഒട്ടും എണ്ണ യൂസ് ചെയ്യത്തില്ല. അതാണ് ഇവിടെ പൊതുവേ. അതാകുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് ഗരം മസാലയുടെ ഓവറായിട്ടുള്ള സംഭവം കൊണ്ടുള്ള അപ്സെറ്റൊക്കെ നല്ലോണം നമുക്ക് ഉണ്ടാവത്തില്ല. ജോ ഇഷ്ടം പോലെ സ്കൂൾ വിശേഷം പറയാണ്. ജോയ്ക്കാണ് സത്യത്തിൽ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഒത്തിരി നാളിന് മുമ്പ് എടുത്ത വീഡിയോയാണ്. ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതെവിടെയാണ് കണക്ഷൻസ് എന്ന് മറന്നു പോകും. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി ചിക്കൻ, എനിക്കിത്തിരി ഫ്രൈ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ജോ കഴിക്കത്തില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ജോയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ ചപ്പാത്തിയാണ് ഇഷ്ടം, അതിനോട് ചിക്കൻ പൊക്കോളും.